ഓട്ടപ്പം എങ്ങനെയാണ് നല്ല ടേസ്റ്റോട് കൂടിയും സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുകയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസ ഹസൻ വ്ളോഗ്. അരിപ്പൊടി വെച്ചിട്ട് വളരെ ടേസ്റ്റോട് കൂടി എങ്ങനെയാണ് ഓട്ടപ്പം തയ്യാറാക്കിയെടുക്കുക എന്നുള്ളത് കാണാം. എല്ലാവർക്കും നമസ്കാരം. അപ്പം തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് കുറച്ച് തിളച്ച വെള്ളം വേണം. അതിനായിട്ട് ഞാനൊരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് ആവശ്യത്തിനുള്ള പൊടി എടുത്തിട്ടുണ്ട്. 2 കപ്പ് പൊടി മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആദ്യം ഞാൻ കുറച്ച് സാദാ പച്ചവെള്ളം എടുത്തിട്ടാണ് ഇത് കുഴച്ച് മയപ്പെടുത്തി എടുക്കുന്നത്. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തി എടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കണം അതേപോലെ കൈ വെച്ചിട്ട് നമുക്ക് ഈ പൊടി നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള പൊടി എടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തി എടുക്കണം. വെള്ളം ഒന്നിച്ചൊഴിക്കരുത്. നമുക്ക് പത്തിരിക്ക് പൊടി കുഴച്ചിട്ട് എടുക്കണം അതേപോലെ തന്നെയാണ് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. ഈ ഓട്ടപ്പം ഉണ്ടാക്കിയാൽ ശരിയായി കിട്ടാൻ ഇത്തിരി പ്രയാസമാണ്. അതാണ് ഇത്രയും പറയാൻ കാരണം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം പച്ചവെള്ളം വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. എന്നിട്ടിത് കുഴച്ചിട്ട് റെഡി ആയതിന് ശേഷം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ, ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഏകദേശം നമ്മൾ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കൈ മാറ്റിയിട്ട് നമ്മളൊരു കയ്യിലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതാ നമ്മൾ ചൂടുള്ള വെള്ളമാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് വെള്ളം നമ്മൾ കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ദോശക്കൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ഇത്തിരി കട്ടിയിലായിരിക്കണം. ചൂടുവെള്ളം വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ തണുത്ത വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇത് ദോശക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും ഇത്തിരി കട്ടിയിലല്ലേ നമ്മൾ അപ്പം ഉണ്ടാക്കുക, അതേപോലെ പാകപ്പെടുത്തണം. അത് നമ്മൾ തണുത്ത വെള്ളം കൊണ്ടാണ് പാകപ്പെടുത്തേണ്ടത്. നമ്മൾ ചൂടുള്ള വെള്ളം കൊണ്ടാണ് ഇതേ പാകത്തിൽ എത്തിച്ചത്. ഇനി നമ്മൾ ഇതിലേക്ക് തണുത്ത വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. തണുത്ത വെള്ളം നമ്മൾ കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കണ ഏകദേശം ഒരു പാകം നമുക്ക് കണ്ടാൽ അറിയാമല്ലോ. ആ പാകത്തിനായാൽ നമ്മൾ വെള്ളമൊഴിക്കൽ നിർത്തണം. ഇതേ പരുവത്തിലായിരിക്കണം. ഓട്ടപ്പം തയ്യാറാക്കുമ്പം സാധാരണ എണ്ണൊന്നും ഉപയോഗിക്കാറില്ല. അപ്പം മൺചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ ചട്ടിയിലേക്ക് ഇതാ മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മാവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പത്തിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. നമ്മൾ മാവ് ചട്ടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടച്ചു വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ ഡോട്ടായിട്ട് കാണും. ആ സമയത്താണ് നമ്മളിത് അടച്ചു വയ്ക്കേണ്ടത്. എന്നിട്ട് നമ്മളൊരു ഇത്തിരി സമയം കഴിഞ്ഞാൽ അതേപോലെ തുറന്നെടുക്കുക. ഇതേപോലെ ഒഴിച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ടുള്ള ഓട്ടപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. മാവ് ചട്ടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതേപോലെ ഡോട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ അടച്ചു വെക്കേണ്ടത്. അതിന് ശേഷം നമ്മൾ ഫ്ലെയിം സിമ്മിലാക്കി കൊടുക്കണം. ആദ്യം ഹൈ ഫ്ലെയിം ആക്കണം, എന്നിട്ട് അതൊന്ന് സിമ്മിലാക്കി കൊടുക്കണം. അപ്പം നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കുന്നത് കാണാം.
ഓട്ടപ്പൊക്കെ തയ്യാറാക്കൽ കഴിഞ്ഞു. അപ്പോൾ ഈ ഓട്ടപ്പത്തിലേക്ക് തേങ്ങാപ്പാലാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിൻ്റെ അടിഭാഗമൊന്നും നമുക്ക് തീരെ കരിയാതെ തന്നെ നല്ല പോലെ തന്നെ ശരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേ രീതിയിൽ മാവ് തയ്യാറാക്കിയെന്ന് വെച്ചെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ആരെടുത്ത പോലുള്ള ഓട്ടപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ എന്ത് കറി തയ്യാറാക്കുകയാണെങ്കിലും കൂടെ തേങ്ങാപ്പാലും കൂടെ ഉണ്ടെങ്കിലാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ ഓട്ടപ്പം തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.